നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. അതിന് മുൻപായിട്ട് ലോകകാര്യം. ഇറാനും ഇസ്രായേലും അമേരിക്ക തമ്മിൽ യുദ്ധത്തിൽ പോപ്പ് അവറുകൾ പറഞ്ഞു ഇസ്രായേലിലും അമേരിക്കയുടെയൊക്കെ തെറ്റായ പ്രവൃത്തിയെക്കുറിച്ച്. പക്ഷെ മക്കയിലെ ഇമാം ഫ്രോഡ് എന്നല്ല പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റിനെ പുകഴ്ത്തി, ഇറാനെ ഇകഴ്ത്തിയും ഇസ്രായേലിനെ കുറിച്ച് മിണ്ടാതെ. എൻ്റെ മക്കയിലെ ഇമാമ് ക്രിസ്തുദേവനെ ക്രൂശിൽ തറച്ച യഹൂദന്മാർക്ക് വരെയും മാപ്പ് കൊടുത്തല്ലെങ്കിലും ബ്രിട്ടൻ അമേരിക്കയും ക്രിസ്ത്യാനികൾ യഹൂദൻ്റെ കൂടെ നിൽക്കുമ്പോൾ കോടിക്കണക്കിന് യഹൂദരെ കൊന്ന ക്രിസ്ത്യാനികൾ കൂടെ യഹൂദനും ഇസ്രായേൽ നിൽക്കുമ്പോൾ കേവലം പണ്ടെങ്കോ ഒരു ആദർശ വ്യത്യാസം, അതായത് ഷിഹായിസവും സുന്നിസവും, അതിൻ്റെ പേരിൽ നിങ്ങൾ ഇപ്പോൾ പക വീട്ടാൻ നോക്കുന്നത് തെറ്റ് മാത്രമല്ല, അത് കുറ്റം മാത്രമല്ല, അക്ഷന്തവ്യമായ തെറ്റാണ്. മക്കയെല്ലാം മതിയില്ല ആരായിരുന്നാലും. ഞങ്ങളിപ്പോൾ മനഃശാസ്ത്ര ഗ്രൂപ്പ് മനസ്സിലാക്കുന്നത് ഇസ്രായേലിൻ്റെ നേതൃത്വം നടത്തിയ ആ ലൈംഗിക കേളിയുണ്ടല്ലോ, അതിൽ പല വമ്പന്മാരും പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും നേരെ നിൽക്കാൻ പറ്റില്ല. തന്നെ സൗദി അറേബ്യ പോലുള്ള രാജ്യത്തെ രാജാക്കന്മാർ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആളില്ലേ, ഇടപെടുക്കാണ് ചെറുപ്പക്കാരൻ. അദ്ദേഹം ഞാൻ വായിച്ചു ശരിയാണെങ്കിൽ 180ഓളം ലോകത്തിലെ സുന്ദരിമാരെ ഒരു ദ്വീപിൽ കൊണ്ടുവന്ന് അവരെല്ലാം എയ്ഡ്സ് ടെസ്റ്റൊക്കെ ചെയ്ത് ഒരാഴ്ച മറ്റോ അവിടെ കഴിഞ്ഞ് വലിയ ഈ സൗന്ദര്യ കപ്പൽ അല്ലെങ്കിൽ സഞ്ചാര കപ്പലൊക്കെ വന്ന് സുഖലോലുപതയിൽ പ്രത്യേക സ്ത്രീ വിഷയത്തിലേക്ക് വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഗൾഫുകാർ, പ്രത്യേകിച്ച് സൗദിക്കാർ. പണ്ടോതെ ഇപ്പോഴതെ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റബോധമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സംശയമുള്ളതുകൊണ്ടോ ഇങ്ങനെ ട്രംപിനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ട്രംപിൻ്റെ ആൾക്കാരെ ക്രിസ്ത്യാനി തന്നെയാണല്ലോ പോപ്പ്. ആ പോപ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താണ് അള്ളാഹു എന്ന നിഅമത്ത്, അനുഗ്രഹം, അത് തിന്ന് സുഖിച്ച് കഴിയുമ്പോഴേ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് 80 വർഷമായില്ലടൂ. ഒരു കളിത്തൂക്കലുണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾ ഈ അമേരിക്കയും ഇസ്രായേലിനെ പരോക്ഷമായിട്ടും അമേരിക്ക പ്രത്യക്ഷയിലും കാവലേൽപ്പിച്ച് അവർ കോടി കൊടുത്ത് നിങ്ങൾ സുഖിച്ച് ജീവിക്കലായിരുന്നു. ഇപ്പം പറയണം ഫ്രണ്ട് ട്രംപ് ലോക സമാധാന പ്രിയം, ഇറാന് കുഴപ്പക്കാരും, ഇസ്രായേൽ മിണ്ടിയതില്ല. ലോകം മുഴുവൻ ഇസ്രായേലിൻ്റെ ആ കുഞ്ഞു മക്കളെ കൊല്ലതിനെ കുറിച്ച് എതിർത്ത് ലോകാരോഗ്യ സംഘടന, UN, ലോക കോടതിയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇസ്രായേലിനെ കുറിച്ച് വാക്ക് പറയാൻ പറ്റിയില്ല. മോശമായിട്ട് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അമേരിക്കക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താ, സ്വതന്ത്രമായൊരു രാജ്യത്ത്, ഇറാൻ സ്വന്തമായ രാജ്യമാണ്, അവിടെ സംഭാഷണം നടക്കുമ്പോൾ, അതായത് സമാധാനം അല്ലെങ്കിൽ നെഗോഷിയേഷൻ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്ന് ആക്രമിച്ച് കുഞ്ഞു മക്കളെ കൂടി കൊന്ന് നശിപ്പിച്ചിട്ട് അതൊന്നും തെറ്റായി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം നിങ്ങളിലേക്ക് ചിന്താഗതി നോക്കിയാൽ ഈ യഹൂദ ലോബിയും പിന്നെ ഈ ക്രിസ്തീയ ലോബിയും, ഞാൻ ഇന്ത്യയിലെ ക്രിസ്ത്യാനിയെ കുറിച്ചല്ല പറഞ്ഞത്, കാരണം ഇന്ത്യയിലെ ക്രിസ്ത്യാനി വളരെ ചെറുതാണ്, അവർക്ക് ഒരു ബന്ധമുള്ള കാര്യമല്ല. ഈ ലോക ക്രിസ്ത്യാനി ലോബിയും കൂടി നിങ്ങളിലേക്ക് മക്ക മദീന കയ്യേറുന്ന നാളുകൾ അധികം വകുവില്ല എന്ന് ഓർമ്മ വേണം. ഇറാനും കൂടി നിങ്ങളെപ്പോലെ ആയുധധാരികളില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ എതിർക്കാൻ ആരുണ്ടിടും? ഗൾഫ് രാജ്യത്ത് ആരുണ്ട്? ഏത് രാജ്യമുണ്ട്? മറിച്ച് അമേരിക്ക ഇസ്രായേലിനെതിരെ നിൽക്കുമോ? ഇസ്രായേലിനെതിരോട് നിങ്ങൾക്ക് അനുകൂലിച്ച് നിൽക്കുമോ? അതൊക്കെ ഒരു സ്വപ്നമാണ്, യാഥാർത്ഥ്യമല്ല. അപ്പം അതുകൊണ്ട് മക്കയിലെ ഇമാമായാലും ദൈവമാണെങ്കിലും
കാര്യങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വരും തലമുറയോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്ത് രണ്ട് കാര്യമാണ്. ഒന്ന്, അമേരിക്കയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, പ്രത്യേകിച്ച് സെക്യൂരിറ്റി, അത് മാറ്റി വയ്ക്കുക. ഇറാനായിട്ട് നിങ്ങൾ അടുക്കുകയും വേണ്ട, അകലും വേണ്ട, യുദ്ധം വേണ്ട, നിങ്ങൾ സ്നേഹിക്കുകയും വേണ്ട, നിഷ്പക്ഷ നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സെക്യൂരിറ്റി ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഈ തൽക്കാലം ചൈനയും പിന്നെ റഷ്യയായിട്ട് ഒരു ധാരണ എത്താലോ. അവർ വഞ്ചിക്കില്ല. ഇന്ദിരാഗാന്ധി കാലത്ത് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വന്നപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് അമേരിക്ക അല്ല, റഷ്യയാണ്. ഓർമ്മ വേണം. റഷ്യയെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യയെ പോലെയാണ്. അവരാദ്യമായിട്ട് യുദ്ധം ചെയ്യില്ല. അത് സത്യമാണത്. ബോംബ് സംവിധാനം തന്നെ ആലോചിച്ച് നോക്ക്. ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യം ബോംബിട്ട് അമിതമായ ചൂട് വന്നാൽ ആ ചൂടിൽ നിന്നും റഷ്യയുടെ സുരക്ഷിതത്തിൽ നിന്ന് വീഴ്ച പറ്റി ബോംബ് പൊട്ടി ലോകം നശിക്കും. ശരിയാണ്. അപ്പോഴും അവർ കാര്യം അവർ ആദ്യം ചെയ്യുന്നില്ല. ആദ്യം അമേരിക്കയാണ്. ഈ ലോകത്തുള്ള സർവ്വ കുഴപ്പങ്ങൾക്കും ഒരു 500 വർഷത്തെ ചരിത്രത്തിൽ അതിനുമ്പോൾ അമേരിക്ക ചരിത്രത്തിലോട്ട് അതാണ്. പിന്നെ സ്ഥാനത്ത് 3 പേര് മത്സരിക്കുന്നു. അപ്പോൾ എനിക്ക് 3ാം സ്ഥാനമാവും പറഞ്ഞു. അത് 4ാം സ്ഥാനം ഇല്ലാതുകൊണ്ട്. അതുപോലെ 500 വർഷത്തെ ചരിത്രം എടുത്താൽ അമേരിക്ക കാണിച്ചത് വൃത്തികേടും. അമേരിക്കൻ ജനങ്ങളില്ലാട്ട് പറഞ്ഞത് അമേരിക്കൻ ഭരണകൂടമല്ല, ജനങ്ങൾ വളരെ നല്ല ആൾക്കാർ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമില്ല. അത് മനസ്സിലാക്കി ചെയ്യണം. അത് ചെയ്യുന്നില്ല. അത് അപകടമാണ്. നെതന്യാഹുവിനെ പോലെയുള്ള ഒരു നികൃഷ്ട ജീവി മനുഷ്യവർഗത്തെ, കുഞ്ഞുമക്കളെ, ജാതിയും മതവും ദേശമൊക്കെ ഏതുമാകട്ടെ അവരെ നശിപ്പിച്ച് അത് കണ്ട് ആസ്വദിക്കുമ്പോൾ, ഇന്നലെ പറഞ്ഞല്ലോ 40-40 വർഷം പിന്നെ നിരോധനത്തിൽപ്പെട്ട രാജ്യം ഇറാൻ. അതേക്കുറിച്ച് ലോകമൊന്നും ചിന്തിച്ചില്ല. ഒരാഴ്ച ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ഹോർമൂസ് കടലെടുക്ക് അടച്ചപ്പോഴേക്കും ലോകം തന്നെ കരഞ്ഞു തുടങ്ങി. ഇസ്രായേലിലെ കുഞ്ഞുമക്കളും ഇസ്രായേലിലെ ജനങ്ങളും കേണ വീഴ്ച തുടങ്ങി. അയ്യോ ബോംബിടില്ലെന്ന്. തെറ്റ് തന്നെയാണ് ബോംബിടുന്നത്, സംശയമൊന്നുമില്ല. ഇസ്രായേലിൽ ആരായാലും അത് നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ഇതിനെ എന്താ ചെയ്യുക? പരിഹാരം കാണണ്ടേ? നെഗോഷിയേഷൻ വേണ്ടേ? അപ്പം അതുകൊണ്ട് സൗദി അറേബ്യയിലെ രാജാവാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും നിങ്ങൾ ഇറാനായിട്ട് എതിർക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾ നാമാവിശേഷം പോവും. അതിൽ നിന്ന് നിങ്ങളുടെ രാജാധികാരമൊക്കെ പോയിട്ട് ജനായത്ത ഭരണം വരും. അത് ശ്രദ്ധിച്ചാൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കാര്യത്തിൽ കിടക്കുകയാണ്. വീണ്ടും കേരള ഇലക്ഷൻ. ഒരു കാര്യം പറയാം. നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ, ED എന്ന് പറയുന്നത്, EC കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് വോട്ട് കഴിഞ്ഞിട്ട് ഇനി 25 ദിവസം കഴിഞ്ഞ് എണ്ണുന്നത്. അതെന്താണെയോ? കോൺഗ്രസ് അറിയും, ഒരു കാലത്തും കോൺഗ്രസ് പാഠം പഠിക്കില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസ് ഭരണത്ത് വെളിയിലായിരുന്നു എന്നുള്ള കാരണം ഇന്നേം കാര്യം കണ്ടുപിടിച്ചിട്ടില്ല. ഏതാണ്ട് 35% വരെ മുസ്ലിം സമുദായത്തെ കോൺഗ്രസും ഈ കുഞ്ഞാക്കാട് ലീഗും കൂടി കളിയാക്കി അവഗണിച്ചതിൻ്റെ പേരിലാണ് ഭരണം പോയത്. ഇന്നും മനസ്സിലാകുന്നില്ല അവർ. കാരണം അറബിക് സർവകലാശാലയെക്കുറിച്ച് അതൊന്നും ഞാൻ പറയുന്നില്ല. അത് പറയാൻ കാരണം 75 സീറ്റിൽ കുറയാതെ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിൻ്റെ ബേസിലാണ്. ഇതിനാണ് കേന്ദ്ര ഗവൺമെൻറ് രജിസ്ട്രേഷൻ മോഡിക്ക് കൊടുത്തത്. കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും BJP കിട്ടാൻ സാധ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 19% പിന്നെ 14% കഴിഞ്ഞാൽ അതിൽ താഴെ പോകും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരിക്കലും യോജിക്കാത്ത ഒരു രീതിയാണ് BJP കേരളത്തിൽ നടത്തുന്നത്. കാരണം അപ്പോൾ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു ശക്തി. അതുപോലെ 10, 20, 30 വർഷക്കാലം പാടുപെട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായ കേരളത്തിലെ BJPക്കാർ, സംഘപരിവാർ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ പോലീസിനെ കൊണ്ട് അടികൊണ്ട് ആയിരക്കണക്കിന് RS പലരും ഉണ്ട്. RSകാരുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. അവർ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടൊരു പ്രസ്ഥാനത്തെ ഇന്നലെ വന്ന് ഏതൊരു കോടീശ്വരനെ കാണുമ്പോഴേ ഇന്നലെ കണ്ട ആളെ അപ്പാന്ന് വിളിച്ചുകൊണ്ട് മോഡിജി അങ്ങോട്ട് ഏൽപ്പിക്കണം. ഈ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, സഹിക്കുമത്. അവർ സ്വാഭാവികമായിട്ടും കാല് വരും, കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരൊറ്റ സീറ്റ് പോലും കേരളത്തിൽ ഇത്തവണ
ഇത്തവണയും BJP കിട്ടാനുള്ള സാധ്യതയില്ല. ആയിക്കോട്ടെ, ഒരു 75 സീറ്റിൽ കുറയാതെ 100, 110, 140 ഒക്കെ പറഞ്ഞിട്ട് അതൊന്നും പോലെ 75 സീറ്റിൽ കുറയാതെ UDF കിട്ടും. മിനിമം പറഞ്ഞു, കൂടുതൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴേ 15% പറഞ്ഞ ക്രിസ്ത്യാനി, 5% കൺവേർട്ട് ചെയ്യും, 10% ക്രിസ്ത്യാനി. ആ 10% ക്രിസ്ത്യാനികൾ നല്ലൊരു ശതമാനവും ഇത്ര NDAയിലൂടെയായിരുന്നു, നേതാക്കൾ പ്രത്യേകിച്ചും. എനിക്കറിയാവുന്ന ഒരു 100ഓളം നേതാക്കൾ NDAയിൽ പോയിട്ടുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന്. ചെറിയ ഇടത്തെ നേതാക്കൾ 100ഓളം, 1 2 ഒന്നുമില്ല. എനിക്ക് ഇവരുമായി കോൺടാക്ട് ഉണ്ട്. ഞാൻ മെമ്പറായാലും ശരിയാണെങ്കിലും ഇവരെ കോൺടാക്ട് ഉണ്ട്. എന്നെ അറിയാവുന്ന 100ഓളം ഒരുവിധം ഈ ഇടത്തെ നേതാക്കൾ NDAയിലേക്ക് പോയിട്ടുണ്ട്. സഭയിൽ പലരും BJP അല്ലെങ്കിൽ NDAക്ക് ആവശ്യമാണ്. 2020 അങ്ങനെ ഇത് കൊടുക്കുക. ഇതെല്ലാം ചെയ്തിട്ടും 35% വരുന്ന മുസ്ലിം സമുദായത്തിൽ ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, അത് മാത്യു സാമുൽ പറഞ്ഞ പോലെ ഞങ്ങൾ നേരത്തെ വന്നാണ്. അതിലൊരു 97% മുസ്ലിം വോട്ടർമാരിൽ വെറും 3% മാത്രമാണ് മുസ്ലിം നാമധാരികളെ, നിരീശ്വരവാദികൾ മാത്രമാണ് BJPക്ക് LDF വോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം 97% മുസ്ലിങ്ങളും കേരളത്തിൽ UDF ഞങ്ങൾ. അപ്പോൾ 35% ഈ 90%, 32% 100 ഓരോ ടീം 100 പേര് വോട്ട് ചെയ്യുമ്പോൾ 32 പേര് പോട്ടെ, 30 പേരും UDF വോട്ട് ചെയ്തിരിക്കുന്നത്. ഒറ്റ കാര്യം കൊണ്ട് UDF ഭരണത്തിൽ വരാം. പക്ഷേ അതൊന്നും ഇപ്പോഴും കണക്കാക്കുന്നില്ല, അവർ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാം, 10% ക്രിസ്ത്യൻ സമുദായത്തിൽ എത്ര സീറ്റ് കൊടുത്തിട്ടുണ്ട്? 32 സീറ്റ് കൊടുത്തിട്ടുണ്ട്. കേവലം 10%. അത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻസും BJP മുന്നണിയിലും കുറച്ച് LDF പോയിരിക്കുക. എന്നിട്ട് കൊടുത്തിരിക്കുന്നത് 32 സീറ്റാണ്. നായരും പിന്നെ ഉയർന്ന 25 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈഴവന് 20 സീറ്റ് കൊടുത്തതിൽ 19+1 20 സീറ്റ് കൊടുത്തപ്പോൾ വലിയ സങ്കടം പറഞ്ഞറിയോ? 27% ഈഴവന് 20 സീറ്റ്, 21% ലേറ്റസ്റ്റ്. മറിച്ച് 33% കൂടുതൽ മുസ്ലിങ്ങളുണ്ട്, അവർക്ക് കൊടുത്തിരിക്കുന്നത് 38 സീറ്റ്. 10% 32 സീറ്റ്. ഇങ്ങനെയൊക്കെ സീറ്റ് വിഭജനത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാട്ടി. അങ്ങേറ്റം മുറിവുണ്ട് ഈ സമുദായത്തിന്. എങ്കിലും ഞങ്ങൾ കാര്യം പറഞ്ഞു, മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ ഇളയ ശത്രു, ചെറിയ ശത്രു കൂട്ടുപിടിക്കുക എന്നുള്ള നബി വചനം കൊണ്ടിടോ. ലോകതത്വം അത് തന്നെയാണ്. ആ നിലക്ക് വലിയ കുഴപ്പമില്ല പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കക്കള്ളില്ലാതെയാണെന്ന് പറയാം. കാരണം പിണറായി സഖാവിന് ലാവലിൻ കേസ് കുടുക്കിയത് സഖാവിന് കുറ്റമല്ല. അത് സഖാവ് വളർന്നു വരുമെന്നും അവർ കേരളത്തിൽ നേതാവ് വരുമെന്നും കണ്ട് അത് 100 കോടി രൂപ അവർ ആശുപത്രിക്ക് വേണ്ടി കൊടുത്ത് അത് ആശുപത്രി തുടങ്ങാതെ ആ പൈസ റോൾ ചെയ്തു. അങ്ങനെ കുടുക്കിയതാണ്. എന്നിട്ട് ഏറ്റവും വന്നപ്പോൾ അവസാനം സംഘപരിവാറിനായിട്ട് ധാരണ എത്തിയിട്ടുണ്ട്. ആ ധാരണ എത്തിയത് നമ്മൾ എന്ന ഒരു നേതാവ്, മുഹമ്മദ് എന്നാണ്. എനിക്ക് നേരിട്ട് വലിയ പരിചയമില്ലെങ്കിൽ എനിക്കറിയാം. വർക്കലക്കാരനാണ്, ട്രിവാൻഡ്രം ജില്ലക്കാരൻ. അത് ഹിമാലയ സ്ഥാനങ്ങളിൽ പോയി ഭജന ഇരുന്ന് അല്ലെങ്കിൽ സന്യാസീകരിച്ച് അവസാനം RSSൻ്റെ നോമിനിയായിട്ട് ഇന്ത്യ മുഴുവൻ നടക്കുകയാണ്. അങ്ങനെ മസ്കറ്റ് ഹോട്ടലിൽ അടച്ചിട്ട മുറിയിൽ പിണറായി സഖാവും ഈ ഉൾപ്പെടെയുള്ള RSSൻ്റെ പ്രധാന നേതാക്കൾ BJPക്കാർ ഈശ്വരല്ല, അവർ അണ്ടർസ്റ്റാൻഡിലെത്തി. തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ ഈ പരസ്പരം കുത്തിച്ചാട്ട് എന്താ കാര്യം? അന്ന് കുറേ കാലമായിട്ട് തലശ്ശേരി ഭാഗത്തൊക്കെ ഗൾഫിൽ നിന്ന് വന്നവരെ പോലും RSSും കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞ് പരസ്പരം കൊല്ലാണ്. അങ്ങനെ കൊന്നതിന് അത് അറുതി വരുത്തണമെന്ന് പറഞ്ഞാൽ അറുതി വന്ന് സംബന്ധിച്ചത്. അതിന് പകരം 1 ഏക്കർ 2 ഏക്കറായിട്ട് അവർക്ക് ഒരു RSSന് കൊടുക്കുകയും ചെയ്തിട്ട് വേണ്ടത് കോടിക്ക് സത്യമുള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ തുടങ്ങി. ഇന്നല്ല, കുറേ വർഷം മുമ്പാണ്. അതിനുശേഷം പിന്നെ വന്നപ്പോൾ ഇതിൻ്റെ വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ കേരളത്തിൽ ഇതിന് 33 അല്ലെങ്കിൽ 30% വരുന്ന മുസ്ലിം സമുദായത്തിൽ അവർ 95%ഉം BJP ഓടി വരാതിരിക്കാൻ വേണ്ടി. കാരണം BJP അത്ര അവഗണനയാണ് ഈ സമുദായം ചെയ്യുന്നത്. തൽക്കാലം LDF നിലനിൽക്കണം. LDF നിലനിൽക്കണമെങ്കിൽ UDF ഇത്തവണ ജയിക്കണം, LDF തോൽക്കണം, എങ്കിലേ നിലനിൽക്കുള്ളൂ. ആ ചിന്താഗതി വെച്ച് വോട്ട് ചെയ്യുന്നുള്ളത് ഞങ്ങൾ തന്നെ പിണറായി സഖാവോട് പറഞ്ഞിട്ടുണ്ട്. സഖാവിൻ്റെ AK സെൻട്രൽ റിസർച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകളില്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൃദു ഹിന്ദുത്വം കോൺഗ്രസിനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ച് അതിന് അട്ടർലി ഫെയിലിയർ ആകാൻ പോകുന്നത്. അതിന് ഒരൊറ്റ ആൾ കാരണം. ഇനി പറയാമല്ലോ, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ,
ബൂത്ത് പെട്ടിയിൽ വീണ് 78.1%. ഞാനൊരു എൻ്റെ വൈഫായിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഒരു 78% വരും എന്ന് പുറത്താണ്. ഇപ്പോൾ 78.11. അതൊന്നും ഞാൻ എൻ്റെ ഭാഗത്തേക്ക് കണക്കാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നെൽക്കക്കളിയില വന്നപ്പോഴാണ് അവർ അതിൻ്റെ ഫലം തോറ്റി. പൂത്താങ്കീരി എന്നോ പൂത്താങ്കീരി ഒരു പക്ഷിയുണ്ട്, അത് പറക്കാൻ ശ്രമിച്ചു. അതിന് പറക്കാനും പറ്റിയില്ല, നടന്നുകൊണ്ട് സാധനം നടക്കാനും പറ്റിയ പുറകിലേക്ക് പോകുന്നത് നമ്മൾ കാണപ്പെടുന്ന ഗ്രാമങ്ങളിലൊക്കെയാണ്, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൃദു ഹിന്ദുത്വത്തിലേക്ക് മാറുകയും ചെയ്ത് അവസ്ഥ ന്യൂനപക്ഷങ്ങൾ അട്ടലിൽ പോവുകയും ചെയ്ത് അവിടുന്ന് കിട്ടിയില്ല. കാരണം ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ടത് ആവശ്യമുണ്ട് എന്ന് പണ്ട് ഞങ്ങൾ കോൺഗ്രസ്സായിട്ട് ചോദിച്ച പോലെ മാർക്സിസ്റ്റോട് ചോദിച്ചിരുന്നു. ഉപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സംഘപരിവാർ, അപ്പോൾ ഇതിന് ഉപ്പിലിട്ട് ആവശ്യമുണ്ടോ? അങ്ങനെ അത് വിജയിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി. ഇനി ഈ ഇലക്ഷന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാഠം പഠിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരും. അതോട് പിണറായി സഖാവ് അതോട് മാറുകയും ചെയ്യും, പുതിയ ആൾക്കാർ വരും, അടുത്ത ഇലക്ഷനിലൊക്കെ ഒരു വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭരണം കിട്ടി വരുമ്പോൾ അത് പള്ളി പറഞ്ഞ്, അത് സഭ പറഞ്ഞ്, അത് കോട്ടയത്താൻ അച്ചായം പറഞ്ഞ്, കിച്ചായം പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സ്ഥാനമാനങ്ങൾ മുഴുവനും കഴിവേറി മക്കളെന്നാണ് പറയേണ്ടത്. കാരണം അത്ര വൃത്തിയുടെ കാണിക്കുന്നത് നിങ്ങൾ കാണിച്ചാൽ ഈ ഒറ്റ ഇലക്ഷൻ തീരുവില്ലെന്ന് ഓർമ്മ വേണം. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ഞങ്ങൾ കർശനമായിട്ട് പറയണം, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് നിങ്ങൾ കൊടുത്ത ഒരു കുഴപ്പമില്ല, ഒരു മുഖം നോക്കണ്ട. അല്ലാതെ വോട്ട് ചെയ്ത് 97% മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് മൊത്തം വോട്ടിൽ 100 വോട്ടിൽ 30 വോട്ടും കിട്ടി ഭരണം വിട്ടി കഴിയുമ്പോൾ അപ്പോൾ സതീശൻ വരും, മറ്റും ഡൽഹിയിൽ നിന്ന് വരും, മറ്റൊരു കോണത്തേക്ക് വാർത്ത വരും, ആൾക്കൊടുക്കും, ഇയാൾക്ക് കൊടുക്കണം എന്ന് കൊടുത്ത് ഈ സമുദായത്തിന് നിങ്ങൾ മുസ്ലിം ലീഗിന് ഒരു മന്ത്രിസ്ഥലം പോലും കൂടുതൽ കൊടുക്കരുത്, 4 കൂടുതൽ കൊടുക്കരുത്, 5 പോലും കൊടുക്കരുത്. മറിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് 2 മന്ത്രികളും മിനിമം കൊടുത്തേക്കണം. കോൺഗ്രസ് വരെ സതീഷോട് അല്ലെങ്കിൽ രമേശോട് പറയാണ്, മുസ്ലിം സമുദായത്തിൽ 2 മന്ത്രിമാർക്ക് കോൺഗ്രസ് കൊടുക്കണം, ലീഗിന് 4 കൂടുതൽ ഒരിക്കലും കൊടുക്കരുത്. 4 അവർക്ക് അർഹതയില്ല, അവർക്ക് ചോദിക്കാൻ 3 അല്ലെങ്കിൽ 2 ഉള്ളൂ, അതുള്ളൂ. അത് നിങ്ങൾ 5 കൊടുത്ത് 6 ആരോട് 6 കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് അതൊക്കെ കളിയാക്കാനാണ്. അങ്ങനെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് മുസ്ലിം സമുദായത്തിൽ കൊടുക്കേണ്ട 7 മന്ത്രിമാരിൽ 4 ലീഗിനും 3 കോൺഗ്രസിന് കൊടുക്കണം. ആർക്ക് എവിടെ എങ്ങനെ കൊടുക്കും ഞങ്ങൾ പറയുന്നില്ല. വർക്കയിൽ ശിവഗിരി മഠം പറഞ്ഞ് ഞങ്ങൾ 35 ആൾക്ക് സ്ഥാനം കൊടുക്കണം, സ്ഥാനാർത്ഥികൾ ലിസ്റ്റ് കൊടുക്കണം. അങ്ങനെ ലിസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല. അല്ലെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ സ്വാർത്ഥയാവും. സമുദായത്തിൽ ആർക്ക് എങ്ങനെ ഏത് വകുപ്പ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ. ഇനി ആൾക്ക് കൊടുക്കുമല്ല, 7 മന്ത്രിമാരെ മുസ്ലിം സമുദായത്തിൽ കൊടുത്തിരിക്കണം. അതിൽ 4 ലീഗ് വെച്ച് ബാക്കി 3 മന്ത്രിമാർ മുസ്ലിം സമുദായത്തെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും പാർട്ടിയിലുണ്ടെങ്കിൽ ഒരു പാർട്ടി പേര് വരില്ല, ഒരു കള്ളന്മാരും ആക്കിയിട്ടില്ല. കൊടുത്തുള്ള കളി മുന്നോട്ട് പോയാലേ ആ മന്ത്രിസഭ നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ അടുത്ത പദവി കിട്ടുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാവും. ഇനി ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയട്ടെ. ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു, അല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞത് കൂടുതൽ കാര്യം എനിക്കറിയാതെ, എനിക്ക് മുഖം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ആരെങ്കിലും വേണ്ടി ഞങ്ങളോട് എൻ്റെ പാർട്ടി വരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ 25 ദിവസം തന്നിട്ട് കേരളത്തിലെ കോൺഗ്രസ് UDF മുന്നണിയുടെ നേതാക്കൾക്ക് 25 ദിവസം ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുണ്ട്. ഈ 25 ദിവസത്തിന് മുമ്പായിട്ട് നിങ്ങൾ ഏതാളാണ്, ഏത് കള്ളനാണ് മുഖ്യമന്ത്രി ആകേണ്ടത്, ഏതൊക്കെ മന്ത്രിമാർക്ക് വേണം, ഏതൊക്കെ വകുപ്പ് വേണമെന്ന് തീരുമാനിച്ചോളൂ. വോട്ടെണ്ണി പിറ്റേന്ന് 24 മണിക്കൂറിനകം നിങ്ങൾ മന്ത്രിസഭ രൂപീകരിച്ച് മന്ത്രിമാർ പ്രഖ്യാപിക്കണം. അവിടെ പിന്നെ കൂട്ടി വെച്ചാൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി, അവിടെ കമ്മിറ്റിയോട് ഇവ കമ്മിറ്റിയോട് ട്രിവാൻഡ്രത്തോടും പിന്നെ കൊച്ചിക്കോടും ഡൽഹിക്കോടും അതുപോലെ തന്തയില്ലാത്ത പണി കാണിക്കരുത്. 10 വർഷം ഈ UDF, ഈ ലീഗുകളിൽ UDF ഭരണമില്ലാതെ കിടന്ന് അതിൽ പ്രവർത്തിച്ച ആൾക്കാർ വെള്ളമില്ലാതെ മത്സ്യം കണ്ട് പിടക്കുമ്പോൾ പിടക്കരുത്. കാരണം രാഷ്ട്രീയക്കാർ ഏതെങ്കിലും കള്ളന്മാരാണ്, അപ്പോൾ അവർക്ക് ഭരണമില്ലാതെ പൈസ ഉണ്ടാക്കി ജീവിക്കാൻ പറ്റില്ല, സ്വാഭാവികമാണ്. കഷ്ടപ്പെട്ട ശേഷമാണ് ഇപ്പോൾ ഒരു ഭരണം ഈ തരുന്നത്. അത് ശബരിമലയുടെ ഗുരുത്തം കൊണ്ടാണ്, അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്ര കുഴപ്പമുണ്ടാണ്, അല്ലെങ്കിൽ സംഘപരിവാർ രഹസ്യമായിട്ട് വോട്ട് ചെയ്തിട്ടാണ്, പിന്നെ ക്രിസ്ത്യൻ സഭ വേറെ ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള നൂലാമാലകൾ പറഞ്ഞ് വിഡ്ഢിത്തം കാണിക്കാതെ ഈ 25 ദിവസത്തിന് മുമ്പായിട്ട് നിങ്ങൾ നിശ്ചിതമായ പ്രൊജക്റ്റ് ശരിയാക്കി മന്ത്രിസഭ രൂപീകരിച്ചോളൂ. 24 മണിക്കൂറും മന്ത്രിസഭ രൂപീകരിച്ചോളൂ.
പിന്നെ വോട്ടിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അപാകത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലർ കണക്കുകൂടലൊക്കെ പറയുമ്പോഴല്ലോ എന്തോ ഒരു വലിയ സംശയം വരുന്നത്. കാരണം 25 ദിവസം കൊണ്ട് എങ്ങനെയും മാറ്റി മറിച്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇന്നൊരാൾ എന്ന് പറഞ്ഞ് 5000 രൂപ പ്രൈം മിനിസ്റ്ററുടെ ഇതിൽ കൊടുക്കും, നിങ്ങൾ മൊബൈലിൽ നിന്ന് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞ ചാമരത്തിന് ഇതിലേക്ക് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോഴീ താമരത്തിന് കുത്താത്തിൽ നിന്ന് മാറാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ കൃത്രിമക്ക് വരാൻ എന്നൊക്കെ ഒരാൾ പറഞ്ഞു. ഞാൻ പറയുന്നില്ല, അതൊക്കെ പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റവും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ അപകടം ഇല്ലെങ്കിൽ 75 സീറ്റിൽ കുറയാതെ UDF കേരളത്തിൽ ഈ വോട്ടെടുപ്പ് കിട്ടും. ഇത് മൊയ്തീൻ ഷായുടെ വാക്കാണ്. ഇത് മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിൻ്റെ വാക്കാണ്. യാതൊരു സ്വാർത്ഥ താല്പര്യമില്ലാതെ, യാതൊരു വ്യക്തി താല്പര്യമില്ലാതെ, ആരോടും പ്രത്യേകിച്ച് കടപ്പാടോ ബാധ്യതയില്ലാതെ നീതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ആളെന്നിൽ പറയാണ് അത് ചെയ്യും. അപ്പോൾ നിങ്ങൾ 25 ദിവസത്തിനകം വേണ്ടത്ര സമയം നിങ്ങൾക്ക് കിട്ടാണ്. വേണ്ടത്ര സമയം 22 ദിവസത്തിനകം തോൽവിയുടെ കാരണമല്ല പഠിക്കേണ്ടത്. മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. എന്നിട്ട് അതിനുശേഷം തോൽവിയൊക്കെ വിലയിരുത്താവുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ പിന്നെയും ഇനി കഴിഞ്ഞ സീറ്റ് വിഭജനം പോലെ മാറ്റി എറണാകുളത്ത് വെച്ച്, പിന്നെ ട്രിവാൻഡ്രത്ത് വെച്ച്, പിന്നെ ഡൽഹിക്ക് വെച്ച് 2 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് വൃത്തികേടും നെറിവില്ലായ്മയും തെമ്മെടുത്തിനും കാണിച്ചാൽ മലയാളികൾ മൊയ്തീൻ ഷായിലായ ഞാൻ ഏകനാണ്, എൻ്റെ ഗ്രൂപ്പ് കുറച്ചുള്ളൂ, പക്ഷെ മലയാളികൾ സമ്മതിക്കില്ലെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ സൗദി അറേബ്യയിലെ അവകാശിയോടും അവിടുത്തെ മദീനയിലെ ഇമാമിനോടും പറഞ്ഞ പോലെ അങ്ങനെ നിങ്ങൾ വൃത്തികേട് കാണിക്കരുത്, ജനങ്ങൾക്ക് ഒരു ഷീന്ന് പറയിപ്പിക്കരുത്. അച്ചടക്കത്തോടു കൂടി നിങ്ങൾ ആര് മുഖ്യമന്ത്രി അയക്കോ, കേരള ജനത പറയണം, നിങ്ങൾ ഈ 6-7 പേരിൽ ആര് മുഖ്യമന്ത്രി അയക്കോ. മുസ്ലിം സമുദായത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, ആഭ്യന്തരം വേണ്ട, പിന്നെ എന്ത് വേണ്ട, റവന്യൂ വേണ്ട, കൈയിട്ട് വരാൻ പറ്റുമോ പോവാം. പിന്നെ ഒരു ഉപമുഖ്യമന്ത്രി 2 ഉപമുഖ്യമന്ത്രി വെക്കണം. ലീഗിന് ഉപമുഖ്യമന്ത്രി കൊടുക്കണം, ഒരു ഉപമുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തിൽ കോൺഗ്രസ് വേണം. 2 ഉപമുഖ്യമന്ത്രി വരണം, അതിൽ ഒരു ഉപമുഖ്യമന്ത്രി ലീഗിന് കൊടുക്കണം, മര്യാദയാണ് അത്. മറ്റൊരു ഉപമുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം, കോൺഗ്രസിൽ നിന്ന്. വേറെ ആൾക്ക് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ. പിന്നെ ഇത് വേറൊരു കാര്യം പറഞ്ഞത്, ഇതിപ്പോൾ അണ്ടിനും അടകൊണ്ടും ഒരു പേരുണ്ടാക്കി എങ്ങനെയോ ജയിച്ചു വന്നാൽ ഒറ്റ MLA ഉള്ള ആൾ മന്ത്രിസ്ഥാനം കൊടുക്കരുത്. മിനിമം 10 MLA-മാരിലുള്ള പാർട്ടിക്ക് മാത്രമേ മന്ത്രിസ്ഥാനം കൊടുക്കാവൂ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ആൾ ജയിച്ചില്ലേ, ഡ്രോയർ കട്ട ജയിച്ചേ, അയാൾക്കൊരു മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ആരുണ്ട്? 4-7 ആളില്ല. അത് LDF നിന്നിട്ട് പോലും. അത് അപാകതയാണ്, തെറ്റാണ്. എന്ത് ചെയ്യണം? 10 MLA-മാരില്ലാത്ത പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കരുത്. അതുപോലെ ഒരു കാര്യം പറയാം, കോൺഗ്രസോടും കമ്മ്യൂണിസ്റ്റ് വേണം, 10 MLA സ്ഥാനത്തിൽ മത്സരിക്കാത്ത പാർട്ടികൾക്ക് അവരോരോ കൊച്ചു ചിഹ്നം കൊടുക്കുക. അവർ കോമൺ ചിഹ്നത്തിൽ ഏത് സംഘടനയാണോ പാർട്ടി എന്നാൽ ഇത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് അവിടെ ചിഹ്നത്തിൽ മത്സരിക്കാവൂ. മിനിമം 10 പേരിൽ ഉണ്ടായിരിക്കണം. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. UDF കൂടി 10-12-16 പേരൊക്കെയാണ്. 21 ഫോട്ടോ കാണുന്നുണ്ട് ഇപ്പോൾ. അതും നല്ല കീഴൊക്കെയല്ല. 10 പേര് മിനിമം ഉണ്ടായിരിക്കണം MLA-മാർ, എങ്കിലേ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാവുള്ളൂ. അതല്ലെങ്കിൽ 10 സീറ്റിലും മത്സരിക്കുന്ന ആളായിരിക്കണം, അവർ ചിഹ്നം കൊടുക്കാവുള്ളൂ. അല്ലാത്തല്ല കോമൺ ചിഹ്നത്തിൽ കൊടുക്കണം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് സമയം വൈകിയെങ്കിലും പറയാണ്, അവസരമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDF കേരളത്തിൽ പ്രതീക്ഷയ്ക്ക് വകേണ്ട ഒരു സംശയമില്ല. LDF ശരിക്കൊരു പാഠം പഠിക്കും. അതിനുശേഷം അവർ ഉയർത്തെഴുന്നേൽക്കും, കുഴപ്പമില്ല. അവർ ഉയർത്തെഴുന്നേൽക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇത്ര പാടുപെട്ടത്. എങ്ങനെ പാടുപെട്ട് LDF പ്രതിപക്ഷം നിലനിർത്താൻ വേണ്ടിയും UDF ജയിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ മാറ്റമില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.